ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമായി ഇതിനോടകം മാറുകയാണ്. ഇതുപോലുള്ള നൂറുകണക്കിന് ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്. ആദ്യ ചിത്രം ഇപ്പോൾ നാസ പുറത്തുവിട്ടിരിക്കുന്നു. അടുത്ത ചിത്രത്തിലേക്ക് നമുക്ക് പോകാം. ഇത് ചന്ദ്രന്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് ചന്ദ്രനെ ചുറ്റിക്കറങ്ങി വരുന്ന സമയത്ത് പകർത്തിയ മറ്റൊരു ചിത്രമാണ്. വളരെ പുറകിലായി നമുക്ക് കാണുന്നത് നമ്മുടെ സ്വന്തം ഭൂമിയെയാണ്. ശരിക്കും ഭൂമിയുടെ അസ്തമയം എന്നാണ് പറയുന്നത്, എർത്ത് സെറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ സൺസെറ്റും സൺറൈസും ഒക്കെ ഉണ്ട്, പക്ഷെ ഇത് ഭൂമിയിലല്ല, ഇത് ചന്ദ്രനിലാണ്, ചന്ദ്രനും അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എർത്ത് സെറ്റ് എന്നാണ് പറയാം, അല്ലെങ്കിൽ ഭൗമാസ്തമയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലുള്ള ചിത്രമാണിത്. അങ്ങനെ വളരെ കൗതുകം ഉണർത്തുന്ന രീതിയിലുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇവർ പകർത്തിയിട്ടുണ്ട്. അടുത്ത ചിത്രത്തിലേക്ക് നമുക്ക് പോകാം. ഈ പറയുന്നത് പോലെ മറ്റൊരു ഭാഗത്ത് മറ്റൊരു ആംഗിളിൽ പകർത്തിയിരിക്കുന്ന ഈ ഭൗമാസ്തമയത്തിന്റെ മറ്റൊരു ചിത്രമാണ് ഈ 4 സംഘം പകർത്തത്. ഇനി വീണ്ടും അടുത്ത ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 4 പേരാണ് നമ്മുടെ പ്രതിനിധികളായി 4 പേർ ഈ മിഷനിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ഈ പറയുന്ന മിഷൻ സ്പെഷ്യലിസ്റ്റിനെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ വിക്ടർ ഗ്ലോവർ ഉണ്ട്, റീഡ് വൈസ്മൻ ഉണ്ട്, ഒപ്പം ഹെൻറി ഹാൻസൺ ഉണ്ട്, ജെറമി ഹാൻസൺ ഉണ്ട്, മറ്റൊന്ന് നമ്മുടെ ക്രിസ്റ്റീന കോച്ച് ഉണ്ട്. ഇവർ 4 പേർ ചേർന്നാണ് ഈ യാത്ര നടക്കുന്നത്. ഇനി ഇവരിട്ട ഈ ഒരു ഗോഗിൾസിനും ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ ആദ്യം നമ്മൾ കണ്ട സൂര്യഗ്രഹണ സമയത്ത് ഇവർ ധരിച്ച, അത് നേരിട്ട് നോക്കാൻ പാടില്ല നമുക്കറിയാം, ആ സമയത്ത് ചന്ദ്രനപ്പുറത്ത് നിന്ന് നോക്കിയ സമയത്ത് അവർ ധരിച്ച പ്രത്യേക കണ്ണടയാണ് അവർ ധരിച്ചിരിക്കുന്നത്. അതുപയോഗിച്ച് അവർ ആ പേടകത്തിനകത്തുനിന്നും പകർത്തിയ സെൽഫിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനിതാ ഏറ്റവും അവസാനമായി ഈ ചിത്രം കൂടി ഇപ്പോൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ 2 ക്രേറ്റേഴ്സ്, അല്ലെങ്കിൽ ചന്ദ്രനിൽ ഒരുപാട് ഗർത്തങ്ങളുണ്ട് നമുക്കറിയാം. അതിൽ പുതുതായി കണ്ടെത്തിയ 2 ഗർത്തങ്ങൾ, അതൊന്ന് ഇന്റഗ്രിറ്റി ക്രേറ്ററും മറ്റൊന്ന് കരോൾ ക്രേറ്ററുമാണ്. അത് കൃത്യമായി തന്നെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 പേരുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഇത് കണ്ടെത്തിയ ശേഷം, അല്ലെങ്കിൽ ഈ 2 പുതിയ ക്രേറ്റേഴ്സ് ഗർത്തങ്ങൾ കണ്ടെത്തിയ ശേഷം ഇതിനകത്തുള്ള 4 പേർ ഭൂമിയിലെ കൺട്രോൾ സെന്ററിലേക്ക് ഒരു നിർദ്ദേശം, ഒരു സജഷൻ വെച്ചിരുന്നു. ഈ 2 പുതിയ ക്രേറ്ററുകൾക്ക് നമ്മൾ പറയുന്ന പേരുകൾ ഇടണം എന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു. അതിൽ ഒന്നാമത്തെ പേര് ഇന്റഗ്രിറ്റി എന്നായിരുന്നു. ഇന്റഗ്രിറ്റി എന്ന പേര് കൊടുക്കാൻ കാരണം ഈ പേടകം, ഒറയൺ എന്ന് പറയുന്ന സഞ്ചരിക്കുന്ന പേടകത്തിനെ വിളിക്കുന്ന വിളിപ്പേര് ഇന്റഗ്രിറ്റി എന്നാണ്. അതുകൊണ്ട് ആ ഓർമ്മ നിലനിൽക്കാൻ വേണ്ടി ഈ പുതിയ ക്രേറ്ററിന്, ഈ പുതിയ ഗർത്തത്തിന്, ചന്ദ്രനിൽ കണ്ടെത്തിയ ആ ഗർത്തത്തിന് ഇന്റഗ്രിറ്റി ക്രേറ്റർ എന്ന പേര് വെക്കണം എന്ന നിർദ്ദേശം അവർ നൽകിയിരുന്നു. അത് നാസ അംഗീകരിക്കുകയും ചെയ്തു. ആ പേര് കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തത് കരോൾ ക്രേറ്റർ ആണ്. ഇത് കുറച്ചും കൂടി വൈകാരികമാണ്. ഈ പേര് കൊടുക്കാനുള്ള കാരണം, ഈ മിഷൻ കമാൻഡർ റീഡ് വൈസ്മാന്റെ പത്നിയുടെ പേര്, ഭാര്യയുടെ പേര് കരോൾ എന്നാണ്. പക്ഷെ 2020 ക്യാൻസർ ബാധിച്ചവർ മരിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ ഒരു ഫാമിലി പോലെയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കഴിയുന്നത് എന്നാണ് ഈ സംഘാംഗങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഓർമ്മയ്ക്കായി ഈ ഗർത്തത്തിന് കരോളിന്റെ പേര് കൊടുക്കണം എന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു. അങ്ങനെ അത് കരോൾ ക്രേറ്റർ എന്നറിയപ്പെടുന്നു. അങ്ങനെ ഇവർ പകർത്തിയ 100 കണക്കിന് ചിത്രങ്ങൾ വരും മണിക്കൂറുകളിൽ നാസ പുറത്തുവിടും എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന വിവരം. ചന്ദ്രന്റെ, ഭൂമിയുടെ, സൂര്യന്റെ ഒക്കെ തന്നെ വളരെ വളരെ മികച്ച, ഏറ്റവും HD ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ പുറത്തുവരും. അത് നമുക്ക് നൽകുന്ന വിസ്മയം മറ്റൊന്നാകും. നമുക്കതിനായി കാത്തിരിക്കാം.